ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 26-ാമത് വാക്യം. ആ വാക്യത്തിനുള്ളിൽ ഓർമ്മപ്പെടുത്തുന്ന മൂന്നാമത്തെ പ്രസ്താവന ഇതാണ്: പരസ്പരം അസൂയപ്പെടരുത് എന്നുള്ളതായ വാക്കുകളാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് അസൂയ കടന്നുകൂടുന്നത് ആ മനുഷ്യനെ നാശത്തിലേക്കും തിന്മയിലേക്കും നയിക്കുവാൻ അത് കാരണമായി തീരുമെന്നുള്ളതിന് ഒരു സംശയവും ഉള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് തിരുവചന ഭാഗങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നത്, നമ്മിൽ നിന്ന് അസൂയ എടുത്തു കളഞ്ഞേ പറ്റൂ എന്നുള്ള പദമാണ്. റോമാലേഖനം 13:13 പറയുന്നു, പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കുക, വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലും അല്ല. പിന്നെ എങ്ങനെയാണ്? കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുക. യേശുക്രിസ്തുവുമായുള്ള ആഴമായ ബന്ധത്തിൽ നമ്മുടെ ജീവിതം മുൻപോട്ട് കഴിക്കുക എന്നാണ് ആ വചനം നമ്മെ ഓർപ്പിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യവും പറയുന്നുണ്ട്, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കാൻ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? ആ വാക്കുകളും പാടില്ല, അസൂയ വിട്ടുകളഞ്ഞെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ള ആഴമായ സന്ദേശം നൽകുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പഴയ നിയമ ചരിത്രവും പുതിയ നിയമ ചരിത്രവും നാം നോക്കുകയാണെങ്കിൽ, ദാവീദിനെ കൊന്നുകളയണമെന്ന് ശൗലിന് തോന്നുവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദാവീദിനോട് ശൗലിന് അസൂയയുണ്ടായി എന്നുള്ളതാണ്. കാരണം ദേശത്തുള്ളതായ ആളുകൾ ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്ന് പറഞ്ഞപ്പോൾ ആ വാക്ക് കേട്ടിട്ട് ദാവീദ് ജീവിച്ചിരിക്കുന്നത് ശരിയല്ലെന്നും തൻ്റെ മഹത്വത്തിന് മോശമാണെന്നും ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ദാവീദിനോട് അസൂയ ഉണ്ടാകുകയും ദാവീദിനെ കൊന്നുകളയുവാൻ വേണ്ടി ശൗൽ ആഴമായി ആഗ്രഹിക്കുകയും ചെയ്യുവാൻ ഇടയായി. തൽഫലമായി ദൈവമായുള്ള ആഴമായ ബന്ധം നഷ്ടപ്പെട്ട് പൈശാചിക ആത്മാവിനാൽ താൻ നിറയപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടായി എന്ന് നാം തിരിച്ചറിയണം. യഹൂദന്മാരായ ആളുകൾ യേശു കർത്താവിനെ കൊന്നുകളയുവാനായിട്ട് ആഗ്രഹിച്ചതിന് പിന്നിലും ഇതുപോലെ തന്നെ ഒരു കാരണം രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ജനം യഹൂദ റബിമാരായ ആളുകളുടെ അരികത്തു നിന്ന് യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് കൂട്ടത്തോടെ കടന്നു വരികയും വലിയ വിടുതലുകളും വലിയ അനുഗ്രഹങ്ങളും ഒക്കെ അനുഭവിക്കുന്നതിനുള്ള സാഹചര്യങ്ങളും സാവകാശങ്ങളും ഉണ്ടാകുകയും ചെയ്യുകയാണ്. ആ കാഴ്ച കണ്ടപ്പോൾ യഹൂദന്മാരായ ആളുകൾക്ക്, റബിമാരായ ആളുകൾക്ക്, പുരോഹിതന്മാരായ ആളുകൾക്ക് യേശുവിനോട് അസൂയയുണ്ടായി. തൽഫലമായി യേശുവിനെ കൊന്നുകളയണമെന്ന് ആഴമായി ആഗ്രഹിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല, അസൂയ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് കടന്നുകൂടുന്നത് അവൻ അനാവശ്യമായിട്ടുള്ള ചിന്തകളും ആഗ്രഹങ്ങളും വർദ്ധിപ്പിക്കുന്നതിനും നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനു വേണ്ടിയുള്ള ഈ ആഗ്രഹങ്ങളും പാപം ചെയ്ത് ദൈവത്തിങ്കിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്നതിനും അത് കാരണമായി തീരുമെന്ന് നാം തിരിച്ചറിയണം. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുള്ളതിൽ തൃപ്തരാകുകയും അതിൽ സന്തോഷമുള്ളവരായ ജീവിതത്തിൽ മുൻപോട്ട് കടന്നു പോവുകയും ചെയ്യുന്നു എങ്കിൽ അത് പിന്നെയും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലുണ്ടാകുവാൻ കാരണമായി തീരുമെന്നും, അല്ല മറിച്ച് മറ്റുള്ളവരുടെ നന്മയിലും ശ്രേഷ്ഠതയിലും ഉയർച്ചയിലുമൊക്കെ അസൂയാലുക്കളായി നാം തീരുന്നെങ്കിൽ അത് നമ്മുടെ നാശത്തിന് മാത്രമേ കാരണമായി തീരുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം മറ്റുള്ളവരോട് അസൂയാലുക്കളായി തീരുകയല്ല,
നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരും ആ തലങ്ങളിൽ മുന്നേറുന്നവരുമായി തീരുവാൻ ഉത്സാഹിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ ഒരിക്കലും മറ്റുള്ളവരോട് അസൂയപ്പെട്ടിട്ട് ഞങ്ങളെ തന്നെ നശിപ്പിക്കുന്നവരായി തീരാതെ ഞങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായി തീരുകയും ആ തലത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നവരായി തീരുവാനും ഞങ്ങളെ സഹായിക്കണമേ. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.